വെൽക്കം ടു മൈ ഷോ വിടമാട്ടെ അച്ചൂട്ടി. ദൈവമേ, അച്ചൂട്ടി ഇതൊക്കെ ഇട്ടു വന്നു. അപ്പൊ എല്ലാരും പറയും മമ്മൂട്ടി മമ്മൂട്ടി എന്ന് പറഞ്ഞ് ഒരുപാട് പ്രണയിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രണയിച്ച ആദ്യമായിട്ട് പെൺകുട്ടിയെ പ്രണയിച്ചു. ആ പെൺകുട്ടിയുടെ പുറകെ നടന്നു വന്ന് മൊബൈല് കാര്യങ്ങൾ ലാൻഡ് ഫോൺ മാത്രം. പക്ഷെ ഈ പെൺകുട്ടി ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മള് സെറ്റായി. അപ്പൊ ആ കുട്ടി ഒന്ന് തിരിഞ്ഞു നോക്കി, യാ മോനെ, അതിന്റെ ഒരു സുഖം. ഞാൻ റിലാക്സേഷൻ കാണുന്ന ക്രൈം ത്രില്ലേഴ്സ് ആണ്. അത് ശരിക്കും സൈക്കോ കൽപ്പന ചേച്ചിയാണ് പറഞ്ഞത്. അമ്മയുടെ പേരിൽ ആരും അറിയപ്പെട്ടില്ല, അതിന്റെ അനുഗ്രഹം വേറെയാണ്. അച്ചു എന്ന് വിളിക്കണേ, അച്ചു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെയാണ് ശരിയാ. അഷ്കർ സൗദ എന്ന് പറഞ്ഞു. ഇപ്പൊ ചേച്ചി തന്നെ പറഞ്ഞു നമ്മൾ ഒരു എന്നും കൂടി ഇട്ട് കഴിഞ്ഞാൽ അഷ്കർ സൗദ. അമ്മ മോനെ, അമ്മ ഭ്രാന്തന്. അമ്മ കഴിഞ്ഞിട്ടുള്ള പരിപാടി ഉള്ളു. എന്ത് രഹസ്യം ഉണ്ടെങ്കിലും വിഷമം വൈഫിനേക്കാളും കൂടുതലല്ലേ നമ്മുടെ ഫ്രണ്ട്സിനേക്കാളും കൂടുതൽ അമ്മയുടെ എല്ലാ രഹസ്യങ്ങളും പറയും. എന്റെ സ്ഥലത്താണ് എന്നാണ് അപ്ഡേഷൻ. നമുക്ക് സംസാരിക്കാൻ വളരെ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്ന, നമുക്ക് വളരെ അടുത്ത് നിൽക്കുന്ന എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആക്ടർ അഷ്കർ സൗദനാണ് ഇന്ന് എൻ്റെ ഒപ്പം. ഞാൻ വിടമാട്ടെ ബൈ കീർത്തിയിലുള്ളത്. അഷ്കർ, വെൽക്കം ടു ഞാൻ വിടമാട്ടെ ബൈ കീർത്തി. താങ്ക് യു. ഞാൻ വിടമാട്ടെ, ഞാനും വിടമാട്ടെ. ഇപ്പൊ ശരിക്കും പറഞ്ഞ പേര് ഞാൻ അങ്ങനെ ആക്കേണ്ടി വന്നിരിക്കുകയാണ്. അപ്പൊ ഒഫീഷ്യൽ വെൽക്കം. ഒരുപാട് സന്തോഷം. കാരണം ഞാൻ ദുബായിൽ വീണ്ടും വന്നിരിക്കുകയാണ്. അതെ, രണ്ടാമത്തെ ചിത്രത്തിന്റെ റിലീസ്. നമ്മള് ആക്ച്വലി പരിചയപ്പെടുന്ന സമയത്ത് DNA സമയത്താണ് ഞാൻ പരിചയപ്പെടുന്നത്. അപ്പം ആ സമയത്ത് ഞാനിങ്ങനെ ഈ സൗണ്ടും ഇതൊക്കെ വെച്ചിട്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആള് എങ്ങനെ ഇന്റർവ്യൂ ചെയ്യുന്നൊക്കെ വിചാരിച്ചപ്പോഴാണ് ഹന്ന അഷ്കർ ഇങ്ങനെ വരുന്നത്. ആ വന്ന മൊമെന്റില് വി ഓൾ ബോണ്ടഡ് അല്ലേ? അന്ന് തുടങ്ങിയതാണ്. ഇപ്പം രണ്ടാമത് ബെസ്റ്റി നമ്മൾ എത്തി നിൽക്കുകയാണ്. ഇന്നലെ ഇപ്പൊ നമ്മൾ ഇത് റിലീസ് ചെയ്യുന്ന സമയം എനിക്കറിയില്ല, പക്ഷെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ബെസ്റ്റി ഇവിടെ റിലീസായി UAE-ൽ. ഞാൻ ഇന്നലെ ഫിലിം കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിനകത്തെ സ്റ്റൺസ് ആണ്. ഓണസ്റ്റ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഫൈറ്റ് സീന് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഫിലിമിനെ കുറിച്ച് പറയും ബെസ്റ്റി, അഷ്കറിന്റെ ഒരു പെർസ്പെക്റ്റീവില്. ബെസ്റ്റി ഞാൻ ക്യാരക്ടർ പറയുകയാണെങ്കിൽ അത് ഒരു ഫാമിലിയിലേക്ക് ഒരു ആള് കടന്നു വന്നിട്ട് ഉണ്ടാക്കുന്ന അലമ്പാണ് ബെസ്റ്റി. ആ ബെസ്റ്റി ആരാണെന്ന് ആരോട് പറയാൻ പറ്റത്തില്ല നമുക്ക്. അയാൾ വന്ന് കയറുമ്പോൾ ഉണ്ടാകുന്ന അലമ്പുകളും, അയാൾ എന്തിനാണ് ഇതിലേക്ക് ബെസ്റ്റി ഇടക്കെട്ടെന്ന് പറയുന്ന സംഭവത്തിന് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പടം ചെയ്തിരിക്കുന്നത്. ആ സിനിമയ്ക്ക് വേണ്ടി ഒരു സംഭവം സ്ക്രിപ്റ്റ് ഡയറക്ടർ ചെയ്ത് വെച്ചൊരു സാധനമാണ്. സ്ക്രിപ്റ്റ് അങ്ങനെയാണ് വന്നത്. അത് വന്നിട്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അവിടെ നടക്കുന്ന കോമഡികളും, എന്തിനാണ് ഇതിന്റെ ഒരു എയിം ഉണ്ടാവല്ലോ, എന്താണ് എയിം, എന്താണ് അതിന്റെ, അതാണ് സസ്പെൻസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫൈറ്റിന്റെ കാര്യം പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവം ഫൈറ്റ് ചെയ്യാൻ. കാരണം ഞാൻ ചെന്നൈ ഇപ്പോൾ കുറെ പഠിച്ചിട്ടുണ്ട്, പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, എപ്പോഴും ഫൈറ്റ് കാണുകയൊക്കെ ചെയ്യും. ഫീനിക്സ് പ്രഭുവാണ് ഇത് ഫൈറ്റ് മാസ്റ്റർ. ടർബോ കഴിഞ്ഞിട്ട് അടുത്ത് നമുക്ക് ടർബോ മമ്മൂക്കയുടെ ടർബോ കഴിഞ്ഞിട്ട് എനിക്ക് വേണ്ടി അദ്ദേഹം വന്ന് ചെയ്തതാണ്. കാരണം നല്ല ഒരുപാട് കഷ്ടപ്പെട്ട പരിപാടിയാണ് ഫൈറ്റും കാര്യങ്ങളും. നന്നായി കഷ്ടപ്പെട്ടു, കീർത്തി കാണുകയും ചെയ്തല്ലോ. അപ്പോൾ അതൊക്കെയാണ് ഇതിന്റെ പരിപാടി. പിന്നെ നല്ല സോങ്സ് ഉണ്ട്. ഹൗസ് എപ്പിറ്റും ഷിബു ചക്രവർത്തിയൊക്കെ ഒരു പഴയ രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സോങ്സ് ഒക്കെ അല്ലെ, നമുക്ക് ഒരു കാലഘട്ടമൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ. അതെ, കുറെ മലബാർ ഏരിയകൾ പിടിച്ചിട്ട് കുറെ മാപ്പിളപ്പാട്ട് കാര്യങ്ങൾ. പിന്നെ അത് വേറെ തലത്തിലേക്ക് പോവുകയാണ്. എല്ലാവരും പറയും ന്യൂജൻ ആണോ ഓൾഡ് ആണോ, രണ്ടും കൂട്ടിച്ചേർത്തിട്ട് ഒരു പരിപാടിയാണ് ഡയറക്ടർ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന സ്ഥലം നോക്കിയാൽ നമ്മൾ ദുബായ് ആണ്. അപ്പം അഷ്കർ, എനിക്ക് ഉറപ്പാണ് വളരെ ഏർലി ആയിട്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ദുബായ് മെമ്മറീസ് ഇവിടെ വരുന്ന അല്ലെങ്കിൽ പോലും മെമ്മറീസ് വരെ കാണും. വാട്ട് ഈസ് ദ ഏർലിയസ്റ്റ് ദുബായ് മെമ്മറി? ദുബായ് എന്ന് കേൾക്കുമ്പോൾ അഷ്കറിന്റെ മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങൾ എന്താണ് ശരിക്കും? ദുബായ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്വപ്നമല്ലേ ദുബായ് പോകണം. എല്ലാവരും പറയാല്ലേ ദുബായ് പോയിട്ട് അത് മേടിച്ചോണ്ട് വരണം, ഇത് മേടിച്ചോണ്ട്. അപ്പൊ എന്റെ സ്വപ്നം സാക്ഷാത് ഞാൻ ദുബായിൽ ഇതിനു മുമ്പ് DNA മുമ്പ് വന്ന് പോയിട്ടുണ്ട്. ഞാൻ ദുബായ് ഫെസ്റ്റിവൽ, അതാണല്ലോ മെയിൻ ഇവിടെ, അതാണല്ലോ ഗ്ലോബൽ വില്ലേജ് പരിപാടി. അതിൽ വന്ന് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വരുന്നത് എന്റെ സിനിമ ദുബായിൽ റിലീസാവുക. അഷ്കർ സൗദാന്റെ പടം DNA എന്ന് പറഞ്ഞ പടം റിലീസായപ്പോഴാണ് ദുബായിൽ ഞാൻ ആദ്യമായിട്ട് വരുന്നത്. അതിന് ഞാൻ എപ്പോഴും കടപ്പെട്ടിരിക്കുന്നത് എൻ്റെ പ്രൊഡ്യൂസറാണ് KV അബ്ദുൽ നാസർ സാർ. അദ്ദേഹത്തിൻ്റെ പടം ബെൻസി പ്രൊഡക്ഷൻസ് ചെയ്യുന്നു. ആ ഒരു പടത്തിൽ അവരുടെ രണ്ടാമത്തെ പടമാണ് ഇപ്പോൾ ബെസ്റ്റി. അതും എനിക്ക് ഇവിടെ അദ്ദേഹം റിലീസ് ചെയ്ത് തന്നു. അപ്പോൾ നമ്മൾ അത്ഭുതമല്ലേ, ദുബായിൽ എൻ്റെ ഒരു പടം, ഞാൻ വലിയ സൂപ്പർ സ്റ്റാറോ ആയിട്ടില്ല. നമ്മളെ തന്നെ കുറച്ച് പറയല്ലേ, നമ്മൾ കയറി വരുന്ന ഒരാളാണ്, നമ്മൾ കഷ്ടപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്കൊരു പടം, നമ്മുടെ പടം റിലീസാവുക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം. അത് ദുബായ് പോലുള്ള ഇത്ര വലിയ ബിസിനസ്, ഇത്രയും അത് സ്വർഗം എന്നല്ല എല്ലാവരും പറയാം. എൻ്റെ അമ്മാവൻ പറഞ്ഞിട്ടുണ്ട് ദുബായ് എൻ്റെ സ്വർഗമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും സ്വർഗം ആണ് ദുബായ്. അപ്പം ആ സ്വർഗത്തിൽ
ചെറുതായിട്ട് എനിക്കൊന്ന് വരാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. ഈ ഇപ്പം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഞാൻ നെഗറ്റീവ് പറയല്ല എന്ന് പറയുന്നത്. ഞാൻ ഭാസ്കറിനോട് സംസാരിക്കുകയാണെങ്കിൽ ഇതിന് ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇന്റർവ്യൂസ് കേൾക്കുവാണെങ്കിലും എത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രസ് മീറ്റിന്റെ സമയത്ത് ഇരിക്കുവാണെങ്കിലും യു ആർ കാം, യു ആർ പേഷ്യൻറ്റ്. അതിനകത്തൊരു എന്താ പറയുന്ന ഒരു മാറ്റമില്ല. ബിഹൈൻഡ് ദ ക്യാമറ, ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ ദർ ഇസ് നോ ചേഞ്ച്. ഇപ്പം ഞാനിവിടെ ഇത്രയും കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്നതിൻ്റെ റീസണും ഈസ് ദാറ്റ്. എങ്ങനെയാണ് ഇത്രയും ക്ഷമ, അല്ലെങ്കിൽ ഈ ഒരു പേഷ്യൻസ് ആവട്ടെ, ഈ കാംനെസ്, ഇത് എവിടുന്ന് വരുന്നത്? കാരണം ഞാൻ സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹം തുടങ്ങിയ തൊട്ട് ആൽബം അഭിനയിച്ചു തുടങ്ങിയ ഒരാളാണ്. ആൽബത്തിൽ അഭിനയിച്ചു, സീരിയൽസ് അഭിനയിച്ചു, ജൂനിയർ ആർട്ടിസ്റ്റ് അഭിനയിച്ചു. അപ്പോൾ അന്ന് ഫിലിമിലൊക്കെ അഭിനയിച്ചു. എല്ലാവരും ഫിലിമിൽ അഭിനയിക്കാന്ന് പറയുമ്പോൾ ഭയങ്കര പ്രായം കാണും. നമുക്ക് അങ്ങനെയൊന്നുമല്ല, ഫിലിമിൽ അഭിനയിക്കാൻ ചാൻസ് ഇല്ല. തസ്കരയിൽ അമ്മാവൻ്റെ കൂടെ അഭിനയിച്ചു. ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അതിനു മുമ്പേ കൂട്ടെന്ന് പറഞ്ഞ സിനിമ, അതിലൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് കുറേ സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത് ഇപ്പോൾ ക്യാമറ നമുക്ക് സിനിമയോടുള്ള താല്പര്യമാണ് നമുക്ക്. നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കുന്ന കാര്യമൊന്നുമില്ല. കിട്ടുന്ന സമയത്ത് ഫ്രീ ആയിട്ടിരിക്കുക. ഞാൻ ബലം പിടിച്ചിട്ട് ഒരു സാഹിത്യമൊക്കെ പറഞ്ഞ് ദാറ്റ്സ് ബാഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും സന്തോഷമുണ്ടോ? അപ്പോൾ നമ്മുടെ സന്തോഷങ്ങൾ പറയുക, ഫ്രീ ആയിട്ടിരിക്കുക. പക്ഷെ എന്നാലും പലപ്പോഴും ഇപ്പം ഞാൻ മീഡിയ വളരെ ഒരു മൈന്യൂട്ട് സെക്ടറിൽ പെടുന്ന ഒരാളാണ്. നിങ്ങൾ വൈഡർ ഇതിലേക്ക് വരുന്നതാണ്. അപ്പോൾ പൊതുവേ നമുക്കറിയാം അതിനകത്ത് വരുന്ന സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ, നമ്മൾ തന്നെ നമ്മളെ കമ്പയർ ചെയ്യുക, സെൽഫ് ഡൗട്ട്സ് വരുന്ന സിറ്റുവേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ മാറ്റി വെക്കുക? ലൈക്ക് മനസ്സിൽ വരുന്ന തോട്ട്സ് ഒക്കെ ഒരുപാട് ടെൻഷൻസ് ഉണ്ടാവില്ല. നമുക്ക് നല്ല ടെൻഷൻസ് ഉണ്ടാവും. ഇനി ഞാൻ ക്യാമറയുടെ ബാക്കിലേക്ക് പോയി ഞാൻ ഡൗൺ ആണ്. ഞങ്ങൾ കാണാറില്ല, അതാണ് അല്ലേ? ക്യാമറയുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഫ്രീ ആണ്. അല്ലാതെ ഫ്രീ അല്ലെന്നല്ല പറയുന്നത്. ക്യാമറയുടെ മുമ്പിൽ ക്യാമറ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ക്യാമറയുടെ മുമ്പിൽ നമ്മൾ അഭിനയിക്കുന്നു, അല്ലെങ്കിൽ വർത്താനം പറയുന്നു. അപ്പോൾ നമുക്ക് ഭയങ്കര എനർജറ്റിക് ആണ്. പിന്നെ നമ്മൾ ഫ്രീ ആണ്, നല്ല സന്തോഷമായിട്ട് സംസാരിക്കാം. മറ്റുള്ള ആൾക്കാർ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങളോടൊരു മറുപടി പറയുമ്പോൾ നമുക്കൊരു സന്തോഷം. അപ്പോൾ കംഫർട്ടായിട്ടിരിക്കുക എന്നുള്ള എല്ലാവരോടും. ഇപ്പം എത്ര നമ്മൾ ഭയങ്കര കട്ടുകട്ടി ചോദ്യമൊക്കെ ചോദിച്ചു വന്നാൽ എനിക്കറിയത്തില്ല എൻ്റെ മറുപടി. ഞാനിങ്ങനെയാണ്. ഞാനിന്ന് പ്രസ് റിലീസിലാണെങ്കിലും അവർ ചോദിക്കുമ്പോൾ ഭാസ്കർ വളരെ കൂളായിട്ട് ഉത്തരം പറയുന്നുള്ളൂ. അതിന് വലിയൊരു കോംപ്ലിക്കേറ്റഡ്. അവിടെ പ്രസ് മീറ്റിംഗിൽ നിന്നപ്പോൾ അവരെന്തൊക്കെയോ ഭയങ്കര സാഹിത്യപരമായ ചോദ്യമൊക്കെ ചോദിച്ചു. നമുക്കതൊന്നും തലേ കയറുന്നില്ല. നമ്മളിങ്ങനെയൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ പറയും. അതാണ് ഈ പേര് അഷ്കർ സൗദ എന്നുള്ള പേര്. ആക്ച്വലി സൗദ എന്നുള്ള പേര് അമ്മയുടെ പേരാണോ? സൗദ എൻ്റെ അമ്മയുടെ പേരാണ്. എനിക്ക് ഞാൻ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കൽപ്പന ചേച്ചിയാണ്. അവര് ചേച്ചിയൊക്കെ ന്യൂറോളജി നോക്കുന്നത്, അങ്ങനെയൊക്കെ എന്തൊക്കെ പരിപാടി, ന്യൂമറോളജി. അപ്പൊ ഞാൻ ചേച്ചിയോട് ഇങ്ങനെ പറഞ്ഞു എൻ്റെ സിനിമയിൽ ഞാൻ ഇങ്ങനെ അഭിനയിക്കുകയാണ്. കാരണം എനിക്ക് ആ ഫാമിലി ആയിട്ടൊക്കെ ഇപ്പം ഞാൻ ചെന്നൈയിലായിരുന്നപ്പോൾ നല്ല പരിചയമാണ് എല്ലാവരും. റോഷി ചേച്ചി, കൽപ്പന ചേച്ചി, കലാചേച്ചി, ഇവരൊക്കെ എനിക്ക് അതായത്. അപ്പം ഇങ്ങനെയാണ് കൽപ്പന ചേച്ചിയാണ് പറഞ്ഞത്, അമ്മയുടെ പേരിൽ ആരും അറിയപ്പെട്ടില്ല, അതിൻ്റെ അനുഗ്രഹം വേറെയാണ്, അച്ചു എന്ന് വിളിക്കണേന്ന്. അച്ചു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെയാണ് ശരിയാ. അപ്പം അഷ്കർ സൗദ എന്ന് പറഞ്ഞു. ഇപ്പൊ ചേച്ചി തന്നെ പറഞ്ഞു നമുക്ക് ഒരു എന്നും കൂടി ഇട്ട് കഴിഞ്ഞാൽ അഷ്കർ സൗദാൻ. അങ്ങനെയാണ് അഷ്കർ സൗദാൻ എന്ന പേരിലേക്ക് വന്നത്. എന്നോട് പലരും പറഞ്ഞു അഷ്കർ സൗദാൻ പേര് മാറ്റി നമുക്കൊരു അനുഗ്രഹമായിട്ടിരിക്കുന്നത്. അഷ്കർ സൗദാൻ എന്ന പേര് കൊണ്ട് ഞാൻ ഇവിടെ വരെ എത്തി. എനിക്ക് വളരെ സന്തോഷം. ദുബായിൽ ചില്ലറ സ്ഥലത്തല്ല ഇരിക്കുന്നത്. അത് നമ്മുടെ പടം റിലീസായ സ്ഥലം. എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ലൈക്ക് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ദറ്റ് പ്രൗഡ്, ആ ഫീലിംഗ് എനിക്ക് എപ്പോഴും മനസ്സിലാകും. പിന്നെ പേരിന്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഞാനും ആക്ച്വലി ആലോചിച്ചു കേട്ടോ. കാരണം ഒരു കാലഘട്ടത്തിൽ നമ്മളിങ്ങനെ അമ്മയുടെ പേര്, ഇപ്പം പിന്നെയും അത് കുറച്ചുകൂടെ ട്രെൻഡായി നിൽക്കാറുണ്ട്. പക്ഷെ ഈ ആ ഒരു കാലഘട്ടത്തിൽ ഫിലിം അഭിനയിച്ചു തുടങ്ങിയ സമയത്ത് ആ പേര് മാറ്റിയത് അല്ലേ? അഭിനയിക്കുന്നതിന് മുമ്പ് എൻ്റെ വേറെ ഏതൊക്കെ പേര്, അച്ചൂട്ടി എന്നൊക്കെ. വെൽക്കം ടു മൈ ഷോ വിടമാട്ടെ അച്ചൂട്ടി. അച്ചൂട്ടി ഇതൊക്കെ ഇട്ട് വന്നത്. പിന്നെ അപ്പൊ എല്ലാരും കളയും മമ്മൂട്ടി. ഞാൻ അമ്മ ഭ്രാന്തന്. അമ്മ കഴിഞ്ഞിട്ടുള്ള പരിപാടിയുള്ളൂ നമുക്ക്. എന്ത് രഹസ്യം ഉണ്ടെങ്കിലും വിഷമം വൈഫിനേക്കാളും കൂടുതലല്ലേ നമ്മുടെ ഫ്രണ്ട്സിനേക്കാളും കൂടുതൽ അമ്മയുടെ എല്ലാ രഹസ്യങ്ങളും പറയും. ഇന്ന സ്ഥലത്താണ്, ഇന്നാണ് അപ്ഡേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുള്ളിയോട് പറഞ്ഞിട്ടാണ് ഫാദറിനോട് ഒരു 100 രൂപ മേടിക്കണമെങ്കിൽ നമ്മൾ പുള്ളി റെക്കമെൻഡ് ചെയ്താലേ പരിപാടി നടക്കുള്ളൂ. എന്റെ പരിപാടി കാരണം അങ്ങനെയാണ്. എനിക്കും ആ ചാനലിംഗ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അച്ഛൻ്റെ അടുത്ത് എന്തും പറയാനുള്ള ഫ്രീഡം ഉണ്ട്. പക്ഷെ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ ചില സമയത്ത് ഒന്ന് എന്ത് വേണമെങ്കിലും എന്റെ അടുത്ത് പറഞ്ഞോളൂ പറഞ്ഞിട്ട് നമ്മളെ ഒന്ന് ഇതാക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ അമ്മയുടെ സൈഡിൽ കൂടെ ചാനൽ ചെയ്ത് വിട്ടിട്ട് അമ്മ അങ്ങനെ യൂഷ്വലി നല്ല എങ്ങനെയാണ് ഫ്രീ ആയിട്ട്. പുള്ളിക്കാരി ഭയങ്കര ടെൻഷനാണ് എന്റെ കാര്യത്തിൽ. എവിടെ എത്തിയില്ല, നീ എന്താണ് പടങ്ങളൊന്നും ശരിയാകുന്നില്ല, വർക്ക് എന്നാ ഞാൻ ദുബായിൽ റിലീസ് അതെങ്കിലും വിജയിക്കട്ടെ, നന്നായി വരട്ടെ. പുള്ളിക്കാർക്ക് എപ്പോഴും അമ്മമാർക്ക് എപ്പോഴും നമ്മൾ ചെയ്യുന്ന ജോലി നന്നായിരിക്കുക, നമ്മൾ നന്നായി വരിക, നമുക്ക് നല്ല പേര് കേൾക്കുന്നതല്ലേ അമ്മമാർക്ക്. അവരുടെ അനുഗ്രഹം കൊണ്ടാണല്ലോ നമ്മളൊക്കെ
നിൽക്കുന്നത്. സത്യം. എനിക്ക് അഷ്കറിന്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുക, എപ്പോഴെങ്കിലും പോയിട്ട് അമ്മയുടെ അടുത്ത് മറ്റേ ഡയലോഗ് അടിച്ചോ, മറ്റേ ഫിലിമിന് പോകുന്ന കാര്യം ആരോട് ചോദിച്ചിട്ട് വിട്ട സൗദ? ഇപ്പൊ ലേറ്റസ്റ്റ് കൽബിൽ ഇറങ്ങിയ ഒരു ഡയലോഗ് ഉണ്ട്. ഓ അങ്ങനെ ഫാദർ വഴക്കൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ സിനിമയ്ക്ക് പോയിട്ട് ഫാദർ വഴക്ക് ഇട്ടു. കോട്ടയം കുഞ്ഞച്ചൻ കാണാനാണ് രഹസ്യമായിട്ട് പോയി. അപ്പൊ അമ്മയെ സപ്പോർട്ട്, അവന്റെ ആഗ്രഹങ്ങൾ. അന്ന് ഒറ്റയ്ക്ക് പോയി, ഒരു കുഞ്ഞു സൈക്കിളിൽ ഒറ്റയ്ക്ക്, പണ്ടൊക്കെ പറഞ്ഞത് കോട്ടയം കുഞ്ഞച്ചൻ സിനിമ കാണാൻ ഞങ്ങളുടെ അടുത്ത് തിയേറ്ററിൽ പോയി. എന്റെ സൈക്കിൾ കാണാതെ പോയി. അതിനിടയ്ക്ക് വീട്ടിൽ ചെന്നപ്പോ ഫാദറിന് നല്ല തല്ല്. തടഞ്ഞു നിർത്തുന്നത് എന്റെ അമ്മയും പിന്നെ ഫാദറിന്റെ ഉമ്മയാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. കോട്ടയം സിനിമ കാണാൻ പോയല്ലേ. ഫാദറിന് അങ്ങനെ വലിയ താല്പര്യം ഇല്ലായിരുന്നു, പഠിക്കണം. അത് ഏർലിയസ്റ്റ് മമ്മൂക്കയുടെ ഫിലിം കണ്ടതിന്റെ ഓർമ്മ ഏതായിരിക്കും? ഫസ്റ്റ് കണ്ടൊരു എന്റെ ഒരു ഓർമ്മയിൽ സ്ഫോടനം എന്ന് പറഞ്ഞ സിനിമയാണ് കണ്ട്. രതീഷ് ഏട്ടൻ മമ്മൂക്ക ഒരു ജീപ്പിന്റെ അവിടെ ഭയങ്കര ഫൈറ്റ് ഒക്കെ ചെയ്യണത്. സ്ഫോടനം സിനിമയാണ് എന്റെ ഓർമ്മയിൽ. VCR VCD അത് ആ സമയത്ത് അങ്ങനെ വീട്ടിലിരുന്ന് കണ്ടിട്ട്. തിയേറ്റേഴ്സിൽ പോയി കണ്ടതിന്റെ ഓർമ്മ എന്തെങ്കിലും മമ്മൂക്കയുടെ? തിയേറ്ററിൽ സ്റ്റാർട്ട് ചെയ്ത പടം കുറെ പടങ്ങൾ തിയേറ്ററിൽ ഞാൻ കുറെ സിനിമ, അമരം, അങ്ങനെ പിന്നെ സൂര്യമാനസം. സൂര്യമാനസമൊക്കെ കാണുന്നത് അതായത് എൻ്റെ ഉമ്മച്ചിയുടെ വാപ്പാടെയും ഉമ്മാടെയും കൂടെ ഇരുന്നാണ് കാണുന്നത്. അപ്പോൾ അമരം കാണുന്നത് എൻ്റെ ഇളയ അമ്മാവന്മാരെ ഇബ്രാഹിം കുട്ടി, സക്രിയ, ഞങ്ങൾ ഫാമിലി ഒക്കെ ആയിട്ടാണ് ഷേണൈസ് തിയേറ്റർ കാണുന്നത്. എല്ലാവരും കൂടെ പോയി അങ്ങനെയൊക്കെ കാണുമായിരുന്നു. ഈ ഞാൻ എൻ്റെ ഏറ്റവും വലിയ മമ്മൂക്കയുടെ ഫിലിം എന്ന് പറയുന്ന സമയത്ത് ഓർമ്മ പപ്പയുടെ സ്വന്തം അപ്പൂസാണ്. അപ്പം എനിക്ക് ആക്ച്വലി എൻ്റെ അച്ഛൻ സൗദിയിലായിരുന്നു ആ സമയത്ത്. അപ്പൊ എനിക്കൊരു നോട്ട്ബുക്കിനകത്ത് മമ്മൂക്കയുടെ ഫോട്ടോ ഉണ്ട്. അപ്പൊ അച്ഛൻ നല്ല ഹൈറ്റ് ഉള്ള ഒരാളാണ്, അത്യാവശ്യം നല്ലൊരു പേഴ്സൺ. അപ്പൊ എൻ്റെ മനസ്സിൽ മമ്മൂക്കയാണ് എൻ്റെ അച്ഛൻ. അപ്പം പപ്പയുടെ സ്വന്തം അപ്പൂസാണ് എന്റെ ജീവിതം എന്ന് വെച്ചാൽ. എന്റെ അച്ഛൻ അന്നത്തെ കാലത്ത് ഈ പറയുന്ന പോലെ പെട്ടെന്ന് എല്ലാം 3 മാസം സൗദിയിൽ നിന്ന് വരാൻ പറ്റത്തില്ല. അപ്പൊ അച്ഛൻ ഇങ്ങനെ വരും എന്ന് പറയും, പക്ഷെ പിന്നെ മാറിപ്പോവും. ഇപ്പൊ പപ്പയുടെ സ്വന്തം അപ്പൂസ്. അപ്പൊ എനിക്ക് ആ ഫിലിം ഇന്നും അതിനകത്തൊരു പാട്ട് വന്നാൽ ഞാൻ കരയും. ഞാൻ ഈവൻ റേഡിയോയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ പാട്ട് വെച്ചിട്ട് എനിക്ക് ഇമോഷണലി കണ്ടെയ്ൻ ചെയ്യാൻ പറ്റാത്ത, എനിക്ക് അങ്ങനെ റിലേറ്റബിൾ ആയിട്ട് ഏറ്റവും വരുന്ന ഒരു ഫിലിം പപ്പയുടെ സ്വന്തം അപ്പൂസ്. നമ്മള് പുള്ളിയുടെ പടം കാണുമ്പോൾ കരയൊക്കെ ചെയ്യും. ഞാനൊക്കെ ഇരുന്ന് കരയും. ഉമ്മച്ചിക്ക് സങ്കടമുള്ള, ഉമ്മച്ചി കാണത്തില്ല. സുഹൃതം ഒന്നും പോയി കാണാം. നമ്മൾ സുഹൃതം ഒന്നും കാണാം, ഞാൻ കാണത്തില്ല. നമ്മളല്ലേ ഇച്ചക അങ്ങനെ ഇച്ചക ക്ലൈമാക്സിൽ എനിക്ക് കാണാൻ പറ്റത്തില്ല, ഞങ്ങൾ കാണത്തില്ല. അവർക്ക് ഭയങ്കര സങ്കടം. എല്ലാവരും സെന്റിമെന്റ്സ് ഞാൻ മാത്രമാണ് അതിനകത്ത് മാറി നിൽക്കുന്നത്. അങ്ങനെ ഞാനും സെന്റിമെന്റ്സിന്റെ ഉപ്പൂപ്പ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളോട് കരയും. ഇതൊക്കെ വെളിയിൽ നമുക്ക് കാണിക്കാൻ പറ്റില്ല. ഈ ജാട കാണിച്ച് നടക്കുകയും വേണം. തിയേറ്ററിലേക്ക് പോയിരുന്നത് കരയുകയും ചെയ്യും, സന്തോഷിക്കും, ചിരിക്കേണ്ട പടമാണ്. ഞാനും ദുൽഖറും കൂടെ രാജമാണിക്ക് ഞങ്ങൾ ഒരുമിച്ച് പോയി കണ്ടത്. ദുൽഖർ ഭയങ്കര ആസ്വദിച്ച് കാണുന്ന ഒരാളാണ്. പിന്നെ അതുപോലെ മക്ബൂലും ഞാനും കൂടെ രാജമാണിക്കും കണ്ടിട്ട് ഞാൻ അതൊക്കെ പറഞ്ഞ കഥകൾ എല്ലാവരും പറയും ഇവൻ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മമ്മൂട്ടിയുടെ കഥ. ഇത് നമുക്ക് നമ്മുടെ കഥകൾ ഇനി പറയണം. അല്ല, അത് അതിലേക്ക് വരുന്നു. പിന്നെ നമുക്കിപ്പോ പെട്ടെന്ന് പോയിട്ട് ഇപ്പം മമ്മൂക്കയുടെ അടുത്തൊരു ആക്സസ് ഇല്ല. അത് മമ്മൂക്ക നമ്മുടെ അടുത്ത് ഇതെല്ലാം പറയണമെന്നുമില്ല. പക്ഷെ നമ്മൾ ഈ കഥകൾ എപ്പം കേൾക്കുന്നതോ നമ്മുടെ മനസ്സിൽ എപ്പോഴും ആ ഒരു സാധനങ്ങളെല്ലാം വരും. ഇപ്പം അഷ്കർ പറയുമ്പോഴൊക്കെ ഞാനത് മനസ്സിലിരുന്ന് ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കുവാണ് ഈ ഒരു ഇതിൽ കൂടെ പോകുന്നത്. കാരണം കുട്ടിക്കാലം തൊട്ട് നമ്മൾ കണ്ടുപോകുന്നത് നമ്മുടെ സ്റ്റാർ, എല്ലാവരും പറയുന്ന ഫാദറാണ് നമ്മുടെ ഹീറോ. ഫാദറാണ് ഹീറോ. പക്ഷെ ഫാദർ ബിസിനസ്സും കാര്യങ്ങളും ദുബായിലും മുംബൈയിലൊക്കെ ആയിരുന്നു. പക്ഷെ നമ്മൾ കുട്ടിക്കാലം കൊണ്ട് കാണുമ്പോൾ ഇത് എൻ്റെ അമ്മാവനാണ് ടി വിയിൽ കാണുന്നത്, അമ്മ പറഞ്ഞു തരും. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ അമ്മാവൻ ടി വിയിലാ, നല്ല പരിപാടിയാണ് സിനിമയിലൊക്കെ. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിനുള്ള ആരാധനയും ഭ്രാന്തും അങ്ങനെ. ഇതിന്റെ പ്രിവിലേജ് ഉണ്ടല്ലോ, ഈ അമ്മാവൻ എന്നുള്ളൊരു പ്രിവിലേജ് സ്കൂൾ ടൈമിലും കോളേജ് ടൈമിലും ഒക്കെ കിട്ടിയിരുന്നു എപ്പോഴെങ്കിലും? ബിക്കോസ് ഒരു VIP കൺസിഡറേഷൻ, അല്ലെങ്കിൽ നമ്മളത് ആ സമയത്തൊന്നും നമുക്കറിയില്ലല്ലോ, അത് യൂട്ടിലൈസ് ചെയ്യാനും നമുക്ക് പറ്റും. അങ്ങനെ കുഞ്ഞിലെയൊക്കെ എന്ന് വെച്ചാൽ വലുതാകുമ്പോൾ പിന്നെ നമ്മളത് കുറച്ച് കോൺഷ്യസ് ആണ്. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ പ്രിവിലേജ് ഒന്നുമില്ല. നമ്മള് സ്കൂളിൽ പോയി നമ്മൾ പഠിക്കുമ്പോൾ അല്ലേ പറയാ ഇന്ന ആളാണെന്നൊക്കെ പറയും. കോളേജ് എന്ന സമയത്ത് പറയും നമ്മുടെ സിസ്റ്ററുടെ മോനാണ് പഠിച്ചത്. ഞാൻ മഹാരാജ് കോളേജിൽ പഠിച്ചത്. മഹാരാജ് കോളേജിൽ പഠിക്കാൻ ചെന്നാണ്. ഇപ്പൊ സിനിമയിൽ എടുക്കുന്ന ഓടിച്ചെന്നാ മഹാരാജിൽ പഠിക്കാൻ ചെന്നാൽ നമ്മളിപ്പോ സിനിമയിൽ എടുക്കും. കാരണം എല്ലാം അമൽ നീരദ്, ദിലീപ്, സലീം, എത്രയോ പേര് അവിടെ പഠിച്ചത്. ജ്യോതിമ. അപ്പൊ നമ്മുടെ വിചാരം ഏത് ഡയറക്ടറെ പോയി കണ്ടാലും മഹാരാജിലാണ് സാർ ഞാൻ പഠിക്കുന്നത് എന്ന് സിനിമയിലൊക്കെ എടുത്തോളൂ. നമുക്കത്ര അറിയുള്ളൂ. നല്ല അനുഭവമായിരുന്നു. ശരിക്കും കോളേജ് ലൈഫ് എങ്ങനെയായിരുന്നു? ഈ ഇങ്ങനെ ഒരു ഫിൽട്രേഷൻ പ്രോസസ് നടക്കാറുണ്ട്, ഒരു സെലിബ്രിറ്റി ഫാമിലി എന്ന് പറഞ്ഞിട്ട്? അങ്ങനെയില്ല. ഞാൻ എല്ലാവരോടും കമ്പനിയാണ്. എന്റെ അവിടെ ഒരു മരച്ചോടുണ്ടാവും, അതിനകത്ത് കുറെ ചുറ്റും പെണ്ണുങ്ങളുണ്ടാവും, പെൺകുട്ടികൾ, നമ്മുടെ കുറെ സുഹൃത്തുക്കളുണ്ട്. നമ്മളെ നടുക്ക് ഇരിക്കും, അവരുമായിട്ട് വർത്താനൊക്കെ പറയും, ക്ലാസ്സിൽ കയറാറില്ല.
അതിൻ്റെയൊക്കെ കുറേ അനുഭവിച്ചു. അല്ല ഇന്ന് നമ്മൾ ഇരിക്കുമ്പോൾ ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ലുക്കിംഗ് ബാക്ക് ഇന്ന് വാലന്റൈൻസ് ഡേ എന്നോട് ചോദിച്ചു എന്താ റെഡ് ഇടാത്തത്. ഞാൻ ചോദിച്ചു റെഡ് ഇടാതെ. ഞാനും റെഡ് ഷർട്ട് എടുത്തില്ല, അബദ്ധം പറ്റില്ല. നീ ഒരു റെഡ് ഷർട്ട് എടുത്ത് ഒന്ന് വാലന്റൈൻസ് ഡേ അല്ലേ റെഡ് ഷർട്ട് ഒക്കെ ഇട്ട് നല്ല ഒരു റോസാപ്പൂക്കെ പിടിച്ചു വന്നിട്ട് കീർത്തിക്ക് തരണമെന്ന് എൻ്റെ ആഗ്രഹം. ഈ ഡയറക്ടർ ഇവിടെ ഉണ്ട് പാവം, അദ്ദേഹത്തിന് പറഞ്ഞു ഞാൻ പക്ഷെ അത് പോട്ടെ, ഇനിയിപ്പോ നമുക്ക് അടുത്ത തവണ എന്തെങ്കിലും ഒരു അടുത്ത celebration- വാലന്റൈൻസ് ഞാൻ റോസാപ്പൂ ഇടുക. അപ്പൊ വീട്ടിൽ എന്നെ വഴക്ക് പറയുന്നത് പറയാം. അല്ല ഇത് ഈ സ്വഭാവം കോളേജിൽ നിന്ന് കിട്ടിയതായിരുന്നു. കോളേജിൽ എങ്ങനെയായിരുന്നു ഈ ലവ് സ്റ്റോറി ഒക്കെ പോകുന്ന സമയത്ത്? ലവ് പ്രണയത്തിന്റെ കാര്യം പറയാം. ഇത് വാലന്റൈൻസിനും കൂടെ ആയിരുന്നു, അതുകൊണ്ട് ഞാൻ പറയാം. ഒരുപാട് പ്രണയിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രണയിച്ച മീൻസ് ആദ്യമായിട്ടൊരു പെൺകുട്ടിയെ പ്രണയിച്ചു, ആ പെൺകുട്ടിയുടെ പുറകെ നടന്നു. അന്ന് മൊബൈൽ കാര്യങ്ങളൊന്നും, ലാൻഡ് ഫോൺ മാത്രമേ ഉള്ളൂ. പിന്നെ ലെറ്റർ എഴുതൽ പരിപാടി. ആ പെൺകുട്ടി പോണ വഴികളിൽ പുറകെ നടന്ന് ബസ്സിൽ കയറി പോയി വീട്ടിൽ വരെ കൊണ്ടാക്കും. ഞാൻ ബസ്സിന്റെ പുറകെ കയറി. അന്ന് വെള്ളപ്പൊക്കത്തിന്റെ പുറകെ, വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു, വെള്ളപ്പൊക്കം നീന്തി. പക്ഷെ ഈ പെൺകുട്ടി ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മള് സെറ്റായി. ആ കുട്ടിയുടെ വീടെത്തണ വരെ ഞാൻ നീന്തി, എൻ്റെ ഫ്രണ്ടുമായിട്ട് നീന്തി അന്ന് വെള്ളപ്പൊക്കമുള്ള സാധനം. അപ്പോൾ ആ കുട്ടി ഒന്ന് തിരിഞ്ഞു നോക്കി, യാ മോനെ. അതിന്റെ ഒരു സുഖം. അന്ന് കൈൻഡിക് ഹോണ്ടയൊക്കെ ആയിരുന്നു, അതിൽ പറന്ന് ഞങ്ങളുടെ നാട്ടിൽ കൂടെ സന്തോഷം കൊണ്ട്. പിന്നെ അതൊക്കെ അങ്ങ് പ്രശ്നമായപ്പോൾ പിന്നെ നമ്മളങ്ങ് ഒരു പരിപാടി തുടങ്ങി. അന്ന് ലെറ്റർ എഴുതലാണ്. ലെറ്റർ എഴുതി എൻ്റെ നല്ല കൈയക്ഷരമൊക്കെ നന്നായി, നല്ല ഉരുണ്ട് കവിത എഴുതണ പോലെ നല്ല രസമായിട്ട്. അപ്പം ഞാൻ കോളേജിലൊരു പെൺകുട്ടിക്ക് ലവ് ലെറ്റർ കൊടുത്തു. പറഞ്ഞു ഇത് അച്ചടിച്ച് കൊണ്ടുവന്ന, ഞാൻ അതിന്റെ പോഴത്തല്ല എഴുതി നന്നായെന്നാ പറഞ്ഞു. എത്രത്തോളം ലെറ്റർ എൻ്റെ വീട്ടിലുണ്ട്. എഴുതി എല്ലാവർക്കും ഓരോ, നമ്മൾ തുടങ്ങുന്നത് എങ്ങനെ, എൻ്റെ മാത്രം ഇന്ന ആൾക്ക് അങ്ങനും പറഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ലവ് ലെറ്റർ എഴുതുന്നത്. എൻ്റെ മാത്രം എന്ന് ഞാൻ വിശ്വസിക്കുന്ന പേര് ഞാൻ പറയുന്നത് ഇന്ന ആൾക്ക്. അങ്ങനെ എഴുതിയ സുഖമാണോ എന്തെങ്കിലും മറ്റോ. അപ്പോൾ ലാസ്റ്റ് എൻ്റെ മാത്രം, നിൻ്റെ മാത്രം എന്ന് ഞാൻ വിശ്വസിക്കുന്ന അച്ചു അല്ലെ അഷ്കർ. അങ്ങനെയൊക്കെയാണ് ലവ് ലെറ്റർ ഒത്തപ്പിക്കൊണ്ടത്. ഞാൻ കോളേജ് പഠിച്ചിട്ട് പെൺകുട്ടി എന്നെ അവരൊക്കെ ഇന്റർവ്യൂ കാണാൻ ചിരിക്കുമായിരിക്കും. എന്നിട്ട് കോളേജ് മൊത്തം ഓടിച്ചിട്ടുണ്ട്. ഞാൻ ഗിഫ്റ്റ് കൊടുത്തുകൊണ്ട് തിരിച്ചു തരാൻ വേണ്ടി കോളേജ് മൊത്തം 4 പെൺകുട്ടികളിട്ട് ഓടിക്കുക. മഹാരാജ് കോളേജ്. ഇത് ആർക്കും മനസ്സിലായത് എന്താ ഇവിടെ നടക്കണത്. അവർ വിചാരിക്കുന്ന അവരുടെ ഇതിലേക്കുന്നത്. പക്ഷെ നമുക്ക് ഓർമ്മകളില്ല. നമുക്ക് പ്രണയം എന്ന് പറയുന്ന സംഭവം ഉണ്ടെങ്കിലും നമുക്കൊരു പ്രണയം അല്ലെങ്കിൽ നമുക്കൊരു ഇഷ്ടം, ഒരു സ്നേഹം, അതൊക്കെ ഒരു രസമാണ്. അതൊക്കെ നമ്മൾ അനുഭവിക്കുക എന്നത്. അല്ല, പറയാനായിട്ട് കഥകൾ വേണം നമ്മുടെ ലൈഫിൽ എപ്പോഴും. ഞാൻ പറയാൻ സമ്മതിക്കത്തില്ല, ഇടയ്ക്ക് ഞാൻ കയറും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഈയിടെയായിട്ട് എന്താണ് എന്നെ വഴക്ക് പറയല്ലേ? ഇല്ലില്ല, നമ്മള് ശരിക്കും പറഞ്ഞാൽ ഈ പഠിക്കുന്ന സമയത്ത് നമ്മള് എന്താ പറയാ, പഠിച്ചു, ഒരു ജോലി കിട്ടി, കഴിഞ്ഞു വന്നു, ആ ഒരു കഥകളൊന്നും പറയാനുണ്ടാവില്ല നമുക്ക്. എന്തെങ്കിലും പട്ടാളച്ചിട്ട ജീവിതം പോലെ അങ്ങനെ പോയിട്ടല്ലേ. ഇന്ന് രാവിലെ എഴുന്നേക്കും ചെയ്യുന്നു. അത് എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരാളാണ്. നമ്മള് പ്രണയവും സ്നേഹവും നമ്മുടെ അനുഭവത്തിലൂടെ നമുക്ക് ജീവിതമുള്ളൂ. ഞാൻ അനുഭവിച്ച് എല്ലാവരും എല്ലാവരും അനുഭവത്തിലൂടെ അവർക്കൊരു, നമുക്ക് ഇന്ന തെറ്റുകളാണ്, ഇത് മറികടന്ന് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, നമ്മളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന എല്ലാ മനുഷ്യനും അനുഭവം ഉണ്ടാവണം. അല്ലാതെ നമ്മൾ ഈ ഫിലിംസ് ഒക്കെ എങ്ങനെയാണ് ഇൻസ്പയർ ചെയ്തിരിക്കുന്നത്? ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ഈ ലവ് സ്റ്റോറി നമ്മുടെ ലൈഫിന്, ആ സമയത്തൊക്കെ ഏതൊക്കെ ഫിലിംസ് ആയിരിക്കും ഇതിലേക്ക്? ആ ടൈമിൽ ഹരികൃഷ്ണൻസും സല്ലാപം, ഈ പുഴയും കിടന്ന്, അതൊക്കെ ഭയങ്കര പ്രണയ സംഭവം. പിന്നെ അനിയത്തിപ്രാവ് കണ്ട്, അനിയത്തിപ്രാവൊക്കെ തുടക്കം. പിന്നെ എനിക്കൊരു പ്രണയം ഉണ്ടായത് മധുബാലയോട് ഭയങ്കര പ്രണയം. എന്നോട് ഇഷ്ടം കൂടാമോ, നീലഗിരി, മമ്മൂക്കയുടെ നീലഗിരി, അവരോട് ഭയങ്കര പ്രണയമാണ്. അവരെവിടെയോ കിടക്കുന്നത്, ഞാൻ പ്രണയിച്ചിട്ട് എന്താ, ആ പ്രായത്തിൻ്റെ കുറേ വട്ടുകളായിരുന്നു. മധുബാലനൊക്കെ എനിക്ക് ഭയങ്കര പ്രണയമായിരുന്നു. പിന്നെ നീലഗിരിയിലെ സോങ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. തുമ്പി നിൻ മോഹം പൂവണിഞ്ഞു. പാട്ടറിയത്തില്ല, പടം കണ്ടിട്ടില്ലായിരിക്കും. ഇത് ഞാൻ സീൻ കണ്ടാൽ ഞാൻ ഓർമ്മ വരും. പക്ഷെ എനിക്ക് ഓണസ്റ്റ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 80s and 90s എല്ലാ ഫിലിമും കുത്തിപ്പിടിച്ചിരുന്ന് കാണുന്ന. പക്ഷെ ഇതിനകത്ത് സീൻ കണ്ടാലേ എനിക്കത് ചില സമയത്ത് ക്ലിക്ക് ചെയ്യുള്ളൂ. പേരും ഇതും തമ്മിൽ കണക്ഷൻ വരില്ല. ഹരികൃഷ്ണൻസ് ഒക്കെ ഓഫ്കോഴ്സ് സോങ്ങുകൾ നമുക്ക് ഓർമ്മ. ആ ടൈമിലായിരിക്കും ലെറ്റർ കൊണ്ട് പെണ്ണിന്റെ പുറകെ നടക്കുന്നത്. അപ്പൊ പ്രേമം പൊളിഞ്ഞ് കണക്ട് ചെയ്യാൻ പറ്റണില്ല നമുക്ക്. ലാൻഡ് ഫോണുകളിൽ വിളിക്കാനും പറ്റത്തില്ല. ലാൻഡ് ഫോൺ ഫാദർ ലോക്ക് ചെയ്ത് വെച്ചു ലാസ്റ്റ്. എന്റെ ഫാദർ മടുത്തിട്ടായിരിക്കും ബില്ല് വന്ന് ഭയങ്കരമായിട്ട്. എന്നിട്ട് ഞാൻ അതിന്റെ ഇടയിൽ കൂടെ ഒരു ലോക്ക് ഇട്ടിട്ട് അതിന്റെ ഇടയിൽ കൂടെ നമ്പർ കുത്തി വിളിച്ചിട്ടുണ്ട്. കഷ്ടപ്പാടുകളല്ലേ. ഈ ചൈൽഡ്ഹുഡ് നമ്മളിപ്പം, ഞാൻ അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയായിരുന്നു. ചൈൽഡ്ഹുഡ് അപ്ബ്രിങ്ങിങ് ഒക്കെ എങ്ങനെയായിരുന്നു? എവിടെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്? എങ്ങനെയായിരുന്നു ആ ഒരു സ്ഥലം ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഞാൻ എൻ്റെ കുട്ടിക്കാലം തലയിലപ്പറമ്പാണ്. ഞാൻ അവിടെയാണ് തലയിലപ്പറമ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ നാടാണ്. പിന്നെ ചെമ്പ് എന്ന് പറഞ്ഞാൽ അമ്മയുടെ നാട്, മമ്മൂക്കയുടെയൊക്കെ സ്ഥലമാണ്. ഇവിടെ പിന്നെ മുംബൈയിലായിരുന്നു ഫാദർ കുറേ നാൾ. മുംബൈയിൽ ഇടയ്ക്ക് പോയി. അതിൻ്റെയൊക്കെ ഒരു ഓർമ്മകൾ മുംബൈയിലുണ്ടായിരുന്നു.
പിന്നെ തലയിലപ്പുറം പഠിച്ചു, 10th കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് മഹാരാജ് സാറാണ്. അങ്ങനെ നമ്മളിപ്പോൾ ലൈഫിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്ത് ഇപ്പം പറയുന്ന രണ്ട് കാര്യം, നമ്മൾ മിഡ് ലൈഫ് എന്നൊക്കെ പറയുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ നമുക്ക് സംഭവിക്കാൻ പറ്റും. ചിലപ്പോൾ മിഡ് ലൈഫ് ക്രൈസിസ് ആയിരിക്കും, നമുക്കിത് എന്താ സംഭവിക്കുന്ന ഒരു ഐഡിയ ഇല്ല, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി കിട്ടും, ഇതാണ് എൻ്റെ ഇതിൽ ഏത് ഫേസിലാണ് ഇപ്പം അഷ്കർ ആസ് എ പേഴ്സൺ പൊക്കോണ്ടിരിക്കുന്നത്? ഇപ്പം ഞാൻ വെക്കൊണ്ടിരുന്ന എന്നോട് പലരും ചോദിച്ചു ബിസിനസ് ഉണ്ടോ അതുണ്ടോ. സത്യത്തിൽ ഞാൻ ഡബ്ബിങ് ചെയ്യുന്നുണ്ട്. ചെന്നൈയിൽ ഈ ഡബ്ബിങ് പരിപാടികളുണ്ട്. കാരണം ഞാൻ തമിഴ് സിനിമാസ് അല്ലെ കന്നഡ പടങ്ങൾ മലയാളത്തിലേക്ക് ചെയ്യുന്ന ഡബ് ചെയ്യും ഞാനിപ്പോൾ കുറേ മൂവീസ്. തമിഴ് OTT ടൈം കൊറോണ സമയത്ത് ഞാൻ അങ്ങനെ തുടങ്ങിയാണ്. അപ്പം എനിക്ക് അവിടെ ജോളി ഷിബു കല്ലാർ എന്ന് പറഞ്ഞ ഒരു വലിയ സ്റ്റുഡിയോ കാണുന്നത്. അവരെനിക്കൊരു ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഞാൻ ഡബ് ചെയ്യുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. ഞാൻ ലാസ്റ്റ് ചെയ്ത് മാമന്നൻ സിനിമയിൽ ഫഹദിന് ഡബ് ചെയ്തു മലയാളത്തിലേക്ക്. മാമൻ തമിഴിലാണ്, ഞാൻ കണ്ടിട്ടുണ്ട് ആ ഫിലിം. പിന്നെ ജെ.ബി.എമ്മില് പ്രകാശ് രാജിന് ഡബ് ചെയ്തു. അങ്ങനെ കുറേ സിനിമകൾ കേട്ടോ. കുറേ കന്നഡ നായകന്മാർക്ക്, തെലുങ്ക് നായകന്മാർക്ക് അവർ പോലും അറിയിട്ടില്ല ഞാനാണ് ഡബ് ചെയ്തത് മലയാളത്തിലേക്ക്. അങ്ങനെ കുറേ ഡബ്ബിങ് ചെയ്തു. പിന്നെ നമ്മുടെ സിനിമയിൽ നിൽക്കുക എന്നുള്ളത് ഏത് മേഖലയാണ്, സിനിമയാണ് നമ്മുടെ ആഗ്രഹം. അപ്പം അതിനാണ് സിനിമയിൽ തന്നെ കണക്ട് ചെയ്ത് നിൽക്കുകയാണ്. അല്ല വേറെ പരിപാടികൾ, ബിസിനസ് പരിപാടികളൊക്കെ കുറേയൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അങ്ങനത്തെ ഒരു ക്രൈസിസ് എന്ന് പറയാൻ പറ്റില്ല. ഇറ്റ്സ് എ ക്ലാരിറ്റി. ഫിലിമാണ് നമ്മുടെ എയിം. അപ്പം അതിന് നമുക്ക് അവസരങ്ങൾ കിട്ടുക എന്നുള്ളതാണ്. അത് ദൈവത്തിൻ്റെ കയ്യിലാണ്. ഇപ്പം നമുക്ക് അവസരം കിട്ടിയത് പ്രൊഡ്യൂസർ വഴിയാണ്. അദ്ദേഹം എനിക്കിപ്പോൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നൊരു പ്രൊഡ്യൂസറാണ്. ഇപ്പോൾ ബെസ്റ്റിയിലാണെങ്കിലും അദ്ദേഹം പറഞ്ഞ് ഡയറക്ടറോട് പറഞ്ഞ് അഷ്കറിന് അതിലൊരു നല്ല ക്യാരക്ടർ കൊടുക്കണം. അപ്പം എനിക്കൊരു ക്യാരക്ടർ ഉണ്ടായി. ആ കഥാപാത്രം വലുതാക്കി എടുത്ത ഡയറക്ടർ ഷാനു സമദാണ് ഇതിൻ്റെ ഡയറക്ടർ ബെസ്റ്റിയുടെ. അവിടെ കീർത്തിയുടെ പ്രണയത്തെ പറ്റി പറയാം. കുടുംബം കലക്കാൻ ആദ്യമായിട്ട് എന്നോട് ഇന്റർവ്യൂവിൽ ഇങ്ങോട്ട് ചോദ്യം ചോദിക്കുന്നത്. അങ്ങനെ ഒത്തിരി പ്രണയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇത് മാത്രം കട്ടിയെന്നുള്ള ധൈര്യത്തില് നമ്മളിതുപോലെ തന്നെ പറയാൻ കഥകൾ വേണം. നമ്മളൊന്നിങ്ങനെ വിചാരിക്കും ഇതൊക്കെയാണ് ദിവ്യ പ്രണയം എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ ഇതെന്ത് ഈ ആൾക്കാർ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം പറയാം. ഇപ്പൊ ആൾക്കാർ എന്നിട്ട് ഈ ദിവ്യ പ്രണയത്തിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ എന്റെ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ ദിവ്യ പ്രണയോ മനസ്സിലായി. ഞാൻ എന്ത് ചട്ടാലും പറയുന്നതൊക്കെ കൊന്നാലും പറയില്ലടാ, കൊന്നാലും തുറക്കില്ലടാ പന്നി എന്ന് പറയുന്നില്ല. അതുപോലെ ഫിലിമിലേക്ക് വരുന്ന സമയത്ത് ഫിലിമിൽ ഒരു ഡ്രീം ലൈഫ് എന്ന് പറയുന്നത്, അല്ല ഫിലിം അല്ലെങ്കിൽ വാട്ട് ഈസ് യുവർ ഡ്രീം ലൈഫ്? ഇങ്ങനെ ആയിരിക്കണം എനിക്കൊരു ലൈഫ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അതിനുവേണ്ടി എന്തെങ്കിലും എഫേർട്സ് എടുക്കാറുണ്ടോ? പ്ലാൻഡ് അല്ലേ, പ്ലാനിങ് ഇല്ല. എനിക്കിനി പ്ലാൻ ചെയ്യണം. എല്ലാവരും പറയാം പ്ലാൻ ചെയ്യണം, നാളെ ഇത്ര രൂപ സമ്പാദിച്ചിട്ട് ഇത്ര രൂപ, 100 രൂപ 1 രൂപ ചിലവാക്കുള്ളൂ. 100 രൂപ 1000 രൂപ ചിലവാക്കിയിട്ട് 1000 രൂപ കഴിഞ്ഞിട്ട് 2000 രൂപ കടവും മേടിച്ചിട്ടാണ് എൻ്റെ പരിപാടികൾ. അത് തെറ്റാണെന്ന് എല്ലാവരും പറയും. പക്ഷേ പ്ലാൻഡ് അല്ലാത്ത, പക്ഷേ സിനിമ ആണ് എയിം. സിനിമയിൽ വരണം, അതിനുവേണ്ടി കഷ്ടപ്പെടണം, ബോഡി റെഡിയാക്കും, ചിലപ്പോൾ അതിനുവേണ്ടി ഡെഡിക്കേഷൻ കാര്യങ്ങൾ, ആക്ടിങ് ക്ലാസ് അല്ല, നമ്മൾ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക, സിനിമകൾ കാണുക, പ്രാക്ടീസിന് പോവുക, അതൊക്കെയാണ് പരിപാടികളുണ്ട്. ഇപ്പം ഫിറ്റ്നസ് തുടങ്ങി. അന്ന് ലാസ്റ്റ് ടൈം ഞാൻ ഇന്റർവ്യൂ ചെയ്ത സമയത്ത് ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് ചോദിച്ചു പറഞ്ഞു ഞാൻ രാവിലെ എണീറ്റ് ഓടും. അപ്പം ഞാനിങ്ങനെ കേട്ടോണ്ടിരിക്കുക യെസ് അപ്പോഴേ പറഞ്ഞ സ്വപ്നത്തിൽ ഞാൻ ഓടും. ഇപ്പോൾ കുറച്ചായി ഫിറ്റ്നസ് പരിപാടികൾ നടക്കുന്നത്. നമ്മൾ ഈ യാത്രയും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇപ്പോൾ അടുത്ത സിനിമ വരുമ്പം അതിനുള്ള പരിപാടി. ഇപ്പോൾ എൻ്റെ ഒരു സിനിമ ഇപ്പം നെക്സ്റ്റ് ഇപ്പോൾ റിലീസാനുള്ള കേസ് ഡയറി എന്നൊരു മൂവിയാണ്. അത് നമ്മുടെ അക്ബർ ട്രാവൽസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ബെൻസി പ്രൊഡക്ഷൻസ് ആണ്. അപ്പോൾ അതിൽ പോലീസ് ഓഫീസറാണ്. ഈ തടിയൊന്നുമില്ല, അത് വേറൊരു ലുക്കാണ്, ഹെയർ. പോലീസ് ഓഫീസറിൻ്റെ ഒരു പരിപാടി. ഈ ഫിലിം റോൾസ് ബാഗ് ചെയ്യാനായിട്ട് നമുക്കൊരു എഫേർട്ട് എന്തെങ്കിലും അങ്ങനെ പ്രത്യേകിച്ച് ഇടാറുണ്ട്? അപ്പോൾ എനിക്കൊരു റോള് വേണം, അതിനുവേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ചിന്തിക്കാറുണ്ട്? ഞാൻ സോഷ്യൽ മീഡിയയിൽ എനിക്ക് അങ്ങനെ റീച്ച് ആകണം, എനിക്കിങ്ങനെ ആകണം എന്നൊന്നുമില്ല. നമുക്ക് വരുന്ന കഥാപാത്രം ചെയ്യുക. പിന്നെ എന്നോട് പറയാം, ഞാൻ പലരെയും കാണാറുണ്ട് നമ്മുടെ ഫ്രണ്ട് സർക്കിൾ. ഒരുപാട് ഫ്രണ്ട്സ് ഇല്ല. എന്നോട് പലരും പറയുന്ന വഴക്കുകളാണ്, ആ ഡയറക്ടർ പോയി കാണും, ആ ഡയറക്ടറോട് ചാൻസ് ചോദിക്കുക, ഇത് ചെയ്യണം. കാരണം നമ്മൾ അമ്മാവൻ പറഞ്ഞ ഡയലോഗ് തിരിച്ച് പറയണം, സിനിമ നമ്മളെ തേടി വരത്തില്ല, നമ്മൾ വേണം സിനിമയ്ക്ക് തരുവാണ്. അപ്പോൾ കുറച്ച് അവസരങ്ങളുണ്ട്. ഓരോരുത്തരിപ്പോൾ കഥ പറയാൻ വിളിക്കുന്നുണ്ട്, കഥ കേൾക്കുന്നു, നല്ല നമുക്ക് പറ്റിയ ഒരു നമുക്കുള്ള. ഇപ്പോൾ ആക്ഷൻ എനിക്കറിയാമെന്ന് ഞാൻ വിശ്വസിക്കും. ആക്ഷൻ ചെയ്യാം. എനിക്ക് ആക്ഷൻ മൂവീസ് ഇഷ്ടമാണ്, ക്രൈം ത്രില്ലേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും അതെ. ഞാൻ റിലാക്സേഷന് കാണുന്ന ക്രൈം ത്രില്ലേഴ്സ് ആണ്. അത് ശരിക്കും സൈക്കോ. എനിക്ക് നല്ല സ്ട്രെസ് ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ ഫുഡ് വെച്ചിട്ട് ഈ ക്രൈം ത്രില്ലേഴ്സ്, സൈക്കോളജിക്കൽ ക്രൈം ത്രില്ലേഴ്സ് കാണും. അപ്പോൾ എന്നോട് എൻ്റെ ഫാമിലി ഇങ്ങനെ പറഞ്ഞു ശരിക്കും സൈക്കോസ് ആണ് ഇങ്ങനെ ഫുഡ് കഴിക്കുന്ന സമയത്ത് വരെ ക്രൈം ത്രില്ലേഴ്സ് കാണുന്നത്. എനിക്കത് ഭയങ്കര റിലാക്സേഷനാണ്. നെറ്റ്ഫ്ലിക്സിലൊക്കെ കാണും അല്ലേ? ഞാൻ ക്രൈം ത്രില്ലറിൻ്റെ ആളാണ്. ക്രൈം ത്രില്ലർ, ആക്ഷൻ, ഇതൊക്കെയാണ്. പിന്നെ നമ്മുടെ കുറച്ചെന്ന് എന്തെങ്കിലും ഭയങ്കര ഫ്രസ്ട്രേഷൻ, ഏതെങ്കിലും
കോമഡി സീൻസ് ഒക്കെ കാണും, പഴയ കോമഡി സീൻസ്, അല്ലെങ്കിൽ ചാനൽസിലെ കോമഡീസ് കാണും. പിന്നെ നമ്മുടെ സലീം കുമാറിൻ്റെ ഇവിടെയൊക്കെ പഴയ കോമഡീസ് ആ സീക്വൻസ് ഒക്കെ കാണുന്നു. ഇത് എല്ലാവർക്കും ഓരോരോ വട്ടുകളുണ്ടെന്നേ, എല്ലാവരും വട്ടന്മാരാന്ന് തോന്നുന്നു. ചെറുതായിട്ട് എല്ലാവർക്കും എവിടെ റിലേറ്റബിൾ എല്ലാവരും. ഈ കോമഡി സീൻസ് ഏതെങ്കിലും ഏറ്റവും റിലേറ്റബിൾ ആയിട്ടുള്ള ഫിലിംസ് ഉണ്ട്. അപ്പം എനിക്ക് എന്ത് സ്ട്രെസ് വന്നാലും ഞാൻ വെക്കുന്നത് മിന്നാരും പഞ്ചാബി ഹൗസും ആണ്. ഇത് രണ്ടുമാണ് എൻ്റെ ലൈക്ക് ഗോ ടു ഫിലിംസ്. പിന്നെ ഒന്നും എന്തെങ്കിലും ഇമോഷണലി എനിക്ക് കരയണമെങ്കിൽ ഞാൻ പപ്പയുടെ സ്വന്തം അപ്പൂസ് വെച്ചിട്ട് വീണ്ടും ഇരുന്ന് കരയുന്നത്. അപ്പം മിന്നാരത്തിന് മറ്റേ സംഭവിച്ച മലയല്ലട കൊന്ന് നിന്റെ അമ്മേനെ കടിച്ച് കൊന്ന് ഞാനതിനൊക്കെ കാണും. അപ്പോഴാണ് ഈ വെടിവെക്കുന്നത് ജയിച്ചിട്ട് ഈ പണ്ടാരത്തിൽ എവിടെ വെച്ചാലും അവർ കൊള്ളത്തില്ല. സീക്വൻസ് ആയിരുന്നു. ഞാൻ മാലയുടെ സീക്വൻസ് ഒരു രക്ഷ ഞാൻ എപ്പോഴും കാണും. മലയെന്ന് ഏതെങ്കിലും കൊച്ചിന് പേരായിരിക്കും പറയും. എനിക്ക് അത് ഇതുവരെ സാർ എങ്ങനെയാണ് സ്ക്രിപ്റ്റ് എഴുതിയത്? അത് അവിടെ വെച്ചിട്ട് എഴുതിയതാന്ന് അന്ന് ഒരു തവണ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. ലാലേട്ടൻ മലയല്ലടാ കുന്ന് നിന്റെ അമ്മേനെ കടിച്ചു. എനിക്ക് മറ്റേ ജ്യോതിയും വന്നില്ല തീയും വന്നില്ല നമ്മൾ സ്ഥിരം അടിക്കുന്നുണ്ടല്ലോ പൊരിച്ച കോഴിയുടെ മണവും അത് കിളിക്കും. അയ്യോ മിന്നാര രണ്ട് കിലുക്കം ഉണ്ട് കേട്ടോ. കിലുക്കം അത് ഇത് പറഞ്ഞപ്പോഴാണ് ഈ ഫ്രണ്ട് സർക്കിള് ഇപ്പോൾ ഉള്ള സർക്കിൾ എങ്ങനെയാണ്? നിങ്ങൾ ഫിലിംസ് ഡിസ്കസ് ചെയ്യുന്നതാണോ? എങ്ങനെയാണ്? കുറെ ആൾക്കാരുണ്ടോ അതോ ഒരു സെലക്ടഡ് ഗ്രൂപ്പ് ഓഫ്? അങ്ങനെ ഗ്രൂപ്പ്സില്ല. എൻ്റെ കുറച്ച് കുട്ടിക്കാലത്തെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്, അവരൊക്കെ ഉള്ളൂ. സിനിമ സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ ഞാൻ ഇതിൽ നമ്മൾ അഭിനയിച്ചു ഗോകുൽ, അവരൊക്കെ കാണുമ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് വിളിക്കും. അല്ല ഫുൾ ടൈം വിളിച്ച് നമ്മൾ വർത്തമാനം പറയുന്ന എല്ലാവരും പറയുന്നത് സിനിമാക്കാരായതുകൊണ്ട് അങ്ങനെയല്ല. എല്ലാവർക്കും അവരുടേതായ തിരക്കുകളുണ്ട്, എല്ലാവരും അവരുടെ ജോലികളിലാണ്. നമ്മളെപ്പോഴും വിളിച്ച് കൂടി നിന്ന് കമ്പനി അടിക്കാനൊന്നും സമയം ആർക്കും ഇല്ല. ഞാൻ ജീവിക്കാൻ നടക്കുന്നു, അവരും ജീവിക്കാൻ നടക്കുന്നു. എല്ലാവരും കാണുമ്പോൾ ഒരു സന്തോഷം, വർത്തമാനം പറയുക, വല്ലപ്പോഴും മെസ്സേജ് അയക്കുക, വല്ല വിളിക്കുക, അങ്ങനെയൊക്കെ ഉള്ളൂ. മഹാരാജാസ് ഗെറ്റ് ടുഗദർ റീയൂണിയൻ സംഭവങ്ങളൊക്കെ നടക്കുക, അങ്ങനത്തെ റീയൂണിയൻ പരിപാടികളുണ്ട്. എന്നെ ആരും വിളിച്ചിട്ടില്ല. അതെന്താണ്? ഞാൻ അവിടെ അവിടെ എവിടെയൊക്കെ ഇരിക്കുന്ന ഒരുത്തില്ല, ഏതോ ഒരുത്തില്ല ഔട്ട്സൈഡർ. ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ പിന്നെ മരത്തിന്റെ ചുവട്ടിലായിരുന്നു എൻ്റെ പരിപാടി. അവിടെ വന്ന് ചോദിച്ചാൽ അഷ്കർ എവിടെയുണ്ട്? അവിടെ ഇരിക്കുന്ന നടുക്കത്തെ മരം ഉണ്ടല്ലോ, അവിടെ ഇരിപ്പുണ്ടാവും. നടുക്ക് ഒരു ചുമല ബാഗം പിടിച്ച് ഇരിപ്പുണ്ടാവും. ചുറ്റും 2-4-5 പെണ്ണുങ്ങൾ കാണും. അതെന്റെ ഫ്രണ്ട്സ് ആയിരുന്നു, നല്ല സുഹൃത്തുക്കളായിരുന്നു. അപ്പൊ അവരെ കൂടെ പോയി നടത്താനെ കുറിച്ച് ജോലി അടിച്ചിരിക്കും. അല്ലാതെ അങ്ങനെ ഒരു സ്പെസിഫിക് സെറ്റ് ഓഫ് ഫ്രണ്ട്സ് എന്ന് പറയാനായിട്ട് അങ്ങനെ. ഈ ഇപ്പോഴത്തെ ഫിലിംസ് ഏതൊക്കെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് കാണുന്ന മലയാളം ഫിലിംസ് ഏറ്റവും ഇഷ്ടപ്പെട്ട് അതിനകത്ത് കണ്ട ലേറ്റസ്റ്റ് ഏറ്റവും? ഞാനിപ്പോൾ ലേറ്റസ്റ്റ് കണ്ട് ഡൊമിനിക്കാണ്, മാനുഷിയുടെ പടമാണ് കണ്ടത്. പിന്നെ അത് കണ്ടു, അത് കണ്ടുള്ളൂ. ഡൊമിനിക്കാണ് കണ്ടത്. അപ്പോൾ ഞാൻ ഗൗതം ബാസിൻ്റെ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് കാണാൻ പറ്റി എനിക്ക്. അത്ര വലിയ ലെജൻഡ് ഡയറക്ടർ. അപ്പോൾ കുറച്ചുകൂടി ബാസിറ്റ് സൗണ്ട് പുള്ളിക്ക് ഈ പരിപാടികൾ ഈ പറഞ്ഞ കാര്യം എല്ലാം പുള്ളിക്ക് കണക്ട് ആവും. ഗൗതം ബാസിലേക്ക് വരുന്ന സമയത്ത് പുള്ളിക്ക് ഇതെല്ലാം കണക്ട് ആവുമല്ലോ. അത് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു, സാർ നാളെ എൻ്റെ മൂവി റിലീസാണ്. അപ്പോൾ അവിടെ 23-ന് ഡൊമിനിക്ക് റിലീസായി, 24-ന് ബെസ്റ്റ് കേരളത്തിൽ റിലീസായി. അപ്പം അങ്ങനെ പോയി കണ്ടു. അവിടെ പിന്നെ കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടല്ലോ, ആറാട്ടണ്ണൻ, മറ്റേ അവരുടെയൊക്കെ ഇടയിൽ എല്ലാവരും ഉണ്ടായത്. ഇപ്പം അവരൊക്കെ ഭയങ്കര ട്രെൻഡിങ് അവർ ട്രെൻഡിങ് ആണ്, അവർ ഇൻഫ്ലുവൻസേഴ്സ്. ഞാൻ അന്ന് ചോദിച്ചൊരു കാര്യം തന്നെയാണ്. എങ്കിൽ പോലും മമ്മൂക്ക ഈ ഒരു ഞാൻ പഴയ ഇതിലേക്ക് വരുമല്ല എങ്കിൽ പോലും ഒരു കാര്യം ഞാൻ ആ ചോദ്യം ആരും ചോദിക്കാറില്ല, ചോദിച്ചോളൂ. അല്ല ഒരു കാര്യം ഞാൻ പറയട്ടെ. ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ആക്ച്വലി ഇപ്പോഴത്തെ വേർഷൻ ഓഫ് മമ്മൂക്ക ഉണ്ടല്ലോ, മമ്മൂക്ക ഇസ് ഗെറ്റിംഗ് യങ്ങർ. ദ ഓൾഡർ യു ഗെറ്റ് യു ലുക്ക് ലൈക്ക് മമ്മൂക്ക. ശരിക്കും നമുക്ക് ഞാൻ ഇതിനകത്ത് വേണ്ടി ഞാൻ വേണമെങ്കിൽ ഇത് കട്ട് ചെയ്തിട്ട് പറയാം. പക്ഷെ ശരിക്കും ആ റിസംബ്ലൻസും സൗണ്ടും ബെസ്റ്റിക്കകത്ത് ഡയലോഗ് പറയുന്നില്ലേ, ആ മറ്റേ മുംബൈ നീ ധാരാവി ധാരാവി കേട്ടിട്ടുണ്ടോ? ഞാനത് കേട്ടപ്പോ ഇങ്ങനെ മമ്മൂക്കയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഡയലോഗ് ഇതായിരിക്കുമല്ലേ, വടക്കും പേര് അതില് ഒന്ന് പറയോ? എനിക്ക് അങ്ങനെയൊന്നും പറയാൻ ഏതിലും ഒരു ഡയലോഗ് ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല. ഇതിന് പ്രശ്നം എന്തറിയോ, ഞാനിതിങ്ങനെ കേൾക്കാൻ വേണ്ടി ആയിരിക്കും ഇരിക്കുന്നത്, പക്ഷെ ഞാൻ അതിനകത്ത് ഇടയ്ക്ക് ഇരിക്കും ഒരു തവണ കൂടെ വേറൊരു ഡയലോഗും കൂടെ. വേറെ ഇഷ്ടമുള്ളത് പറഞ്ഞു. ഇവൻ പുലിയാണ്, പുലിയല്ല പുപ്പിലിയാണ്. ഞാൻ പുള്ളിയോട് ഞാൻ പറഞ്ഞ ഡയലോഗ് ഞാൻ പറയാം, മാമിച്ചിനോട് പറഞ്ഞ ഡയലോഗ് ഞാൻ പറയാം. രാജമണിക്ക് കണ്ടതിന് ശേഷം അദ്ദേഹത്തോട് എന്തിരപ്പി നിങ്ങൾ കാണിച്ചു വെച്ചിരിക്കണം, നിങ്ങൾ പുലിയാണ് കേട്ടാ. ഞാൻ പുള്ളിയോട് അങ്ങനെ പോയി പറഞ്ഞിട്ടുണ്ട്. പുള്ളി സന്തോഷമായി. അങ്ങനെ കുറേ ഡയലോഗ് പിന്നെ നമുക്ക് എപ്പോഴും വന്നാലും നമ്മുടെ ആരാധന അന്ന് പറയും ലാലേട്ടനെ ഇഷ്ടമല്ലെന്നല്ല, എല്ലാവരും ഇഷ്ടമാണ്. ലാലേട്ടൻ്റെ കൂടെ കണ്ടിട്ട് ചിരിച്ച് മരിച്ച സമയങ്ങളുണ്ട്. ലാലേട്ടനെ കൊതിമൂത്തിട്ട് പോയി കണ്ടിട്ടും ഉണ്ട്.
മോഹൻലാലിനെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട്. ആ. എന്നിട്ട് ഞാൻ ലാലേട്ടനെ പോയി കണ്ട് സംസാരിച്ചു. ലാലേട്ടൻ പഴംപൊരിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. ഞാൻ വല്ല കാര്യമുണ്ട് അദ്ദേഹത്തിന് ചേട്ടാ സാറേ പഴംപൊരിയൊക്കെ കഴിച്ച വണ്ണം വെക്കല്ലേ പുള്ളി. ഞാൻ എന്ത് കാര്യത്തിന് എനിക്കൊരു ആവശ്യം നമ്മുടെ പ്രായത്തിന്റെ ആവശ്യം മമ്മൂട്ടിയുടെ അതേ സ്വഭാവം ഒന്ന് പഴംപൊരി കഴിക്കരുത്. അപ്പോൾ ലാലേട്ടൻ മോനെ എന്താ പഴംപൊരി കഴിക്കാൻ നമുക്ക് വല്ലപ്പോഴൊക്കെ അല്ലേ പറ്റൂ, ഒരു ചായ പഴംപൊരിയൊക്കെ നമുക്ക് കഴിക്കണ്ടേ എന്നിട്ട് കഴിപ്പിച്ച് ഒരെണ്ണം വേണമെങ്കിൽ അഷ്കർ എന്നോട് വേണമെന്ന് ചോദിച്ചു. ഒന്നും വേണ്ട, നമുക്ക് ആ പുള്ളിനെ കണ്ടതിന്റെ സന്തോഷത്തിൽ വേറെ വിറവലൊക്കെ ഇരിക്കില്ല നമ്മൾ. അതിന്റെ ഒരു അതൊരു ഫാൻ മൊമെന്റ് ആയിരുന്നു, അഷ്കറിനൊരു ഫാൻ മൊമെന്റ് ആയിരുന്നു. പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷമല്ലേ ലാലേട്ടനെ ഒന്ന് കാണാൻ പറ്റുക, മമ്മൂട്ടിനെ കാണാൻ, നമുക്ക് സിനിമ കാണുമ്പോൾ കാണാൻ പറ്റുക എന്ന് ഭയങ്കര സംഭവം. എനിക്ക് ഞാൻ ഷാർജയുടെ ലൊക്കേഷൻ പണ്ട് പോയിട്ടുണ്ട്. ജയറാമേട്ടൻ ജയറാമേട്ടൻ ജഗദീഷ്, ഞാൻ ഇവരുടെ കൂടെ ഒക്കെ ഫോട്ടോ എടുക്കാൻ ഭയങ്കര വെപ്രാണ്. ഞാൻ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിരിക്കുക. ആ ഫോട്ടോ അടിച്ചു വെച്ചു. HMA ലേറ്റൊക്കെ ആയിട്ട് എവിടെ ഫോട്ടോ പോലും കിട്ടിയില്ല. അപ്പൊ അങ്ങനെ അവരെ കൂടെ അങ്ങനെ നമുക്ക് എല്ലാവരോടും ആരാധനയാണ്. സിനിമ എന്ന് പറയുമ്പോൾ ആരാധനയാണല്ലോ എല്ലാവരും. അങ്ങനെ പരിപാടി. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ബെസ്റ്റിക്ക് ഓൾ ദി ബെസ്റ്റ് പറയുകയാണ്. എല്ലാ രീതിയിലും അത് മീൻസ് ഒരു കംപ്ലീറ്റ് ഫാമിലി മൂവിയാണ്. എല്ലാവരും അത് തിയേറ്റേഴ്സിൽ തന്നെ, ഇപ്പം ഇവിടെ പറഞ്ഞ ദുബായ് ഒരു സ്വപ്ന നഗരമാണ്. NRIs നോക്കി കഴിഞ്ഞാൽ മലയാളം ഫിലിംസ് നല്ല രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഉറപ്പായിട്ടും ബെസ്റ്റ് അടിപൊളിയായിട്ട് തന്നെ പോട്ടെ. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാൻ ആക്ച്വലി ഇതിലിനി ഞാൻ എഴുതാൻ നിർബന്ധിക്കുന്നില്ല, കാരണം അഷ്കർ ഓൾറെഡി എഴുതിയിട്ടുണ്ടായിരുന്നു. അഷ്കർ എഴുതിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ DNA സമയത്ത് വന്നത് അത്ര എഴുതിയത് എന്തിനെന്ന് തോന്നിയ നിമിഷം എന്നാണ് അന്ന് എഴുതിയത്. അത് ജൂൺ 28 എഴുതിയത്. അത് കഴിഞ്ഞ് ഇപ്പം അതിന് മറുപടി എഴുതിയിരിക്കുന്നത് ഷറഫുദ്ദീന. ഈ അടുത്ത് പൊട്ടിയ സിനിമ എന്തിനു ചെയ്തെന്ന് തോന്നി. അങ്ങനെ എഴുതിയ ദുഷ്ടൻ. അത് കഴിഞ്ഞ അടുത്ത ആൾക്ക് എഴുതിയിരിക്കുന്ന ഈ ഡയറി അടിച്ചു മാറ്റാൻ പറ്റുമെന്ന്, അത് ഞാൻ തിരുത്തണമെന്ന് വിചാരിച്ചതാണ്. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം കുറെ പേര് എഴുതി പോയിട്ടുണ്ട്. അപ്പൊ എനിക്ക് അഫ്കോഴ്സ് എനിക്ക് അപ്പൊ അഷ്കർ വരുമ്പോ അഷ്കറിന്റെ എഴുതിയതിന്റെ ഉത്തരം പറയണമെന്നുണ്ടായിരുന്നു. അതായിരുന്നു. ഇത് വായിക്കാനായിട്ട് ആക്ച്വലി തുടക്കം തൊട്ട് വായിച്ചു പോയി കഴിഞ്ഞാൽ ഇതിനൊരു കണക്ഷൻ ഉണ്ട്, നല്ല രസമാണ്. ഇപ്പൊ നമ്മൾ വന്ന് നിൽക്കുന്നത് എന്താന്ന് എനിക്ക് ആക്ച്വലി ഞാനത് ഇവിടെ ചോദിച്ചോണ്ടിരിക്കുന്നത്, എനിക്ക് അങ്ങനെ ക്ലിക്ക് ആയിട്ടില്ല. ദ്വിമാന സമവാക്യത്തിന്റെ സാമാന്യ രൂപം എന്ന് അതേതിലെയാ കണക്ക്? ഓ, എന്ത് കണക്ക്? ഇത് മലയാളത്തിൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഞാൻ CBSE സൗദിയില് കണക്കിൽ ഇങ്ങനെ ഒരു സാധനമല്ലേ ദ്വിമാന സമവാക്യത്തിന്റെ സാമാന്യ രൂപമാണ്. കണക്കിലൊക്കെ വീക്ക് ആയതുകൊണ്ട് എനിക്കറിയത്തില്ല. ഞാനിവിടെ വന്ന് ഇത് അന്നേരം ഞങ്ങൾ എന്തൊക്കെയോ സംസാരിച്ച് എഴുതിയത്, പക്ഷെ എഴുതി ഇത് ബ്രൊമാൻസ് ടീം എഴുതിയിരിക്കുന്നത്. അവർ ടീമായിട്ട് എഴുതിയ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പം എന്താണെങ്കിലും അതിനൊരു ഉത്തരവും കൂടെ കിട്ടി. അപ്പോൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഏറ്റവും ചില്ലായിട്ട് ചെയ്തൊരു എപ്പിസോഡായിരുന്നു, കാരണം എനിക്കൊന്നും അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. എനിക്കറിയാം വളരെ കൂളായിട്ട് ഇതിനുള്ള റിപ്ലൈ കിട്ടും. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഓൺ ഞാൻ വിടമാട്ടെ ബൈ കീർത്തി. ഒരുപാട് സന്തോഷം ഞാൻ വിടമാട്ടയിൽ എന്നെ വിളിച്ചതിലും നിങ്ങളുടെ പരിപാടിയിൽ പങ്കെടുത്തതിലും ഞങ്ങളോട് ഇൻ്റർവ്യൂ സംസാരിച്ചതിലും പ്രണയത്തെപ്പറ്റി പറയാതെ ഈ വാലന്റൈൻസ് ഡേ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണേലും ഒരുപാട് സന്തോഷം. ബെസ്റ്റ് എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുക. ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. விட மாட்டேன்.